നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിൽ സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ കലഹ കഥ, ബാലി സുഗ്രീവ യുദ്ധം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നീടിനാൻ. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ. മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. ഹർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണീനീർ തന്നെ കുശലം വിചാരിച്ചു. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിന ദളായതലോചനേ. മർക്കടശ്രേഷ്ഠനാം മാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു. ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളീടിനാൻ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാജലേ വന്നിരുന്നീടിനേൻ. മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവും എല്ലാം മടക്കിത്തരുവാൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും. ഭക്തിയായി നമസ്കരിക്കായി വരേണം മുഹുരുത്താംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിടിനാൻ. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു. സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു. ശത്രുഘ്നപൂർവജർ മാല്യവും ബന്ധിച്ചു
മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രഹേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ. എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല. വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പിനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കതനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. അയോധ്യാകാണ്ഡത്തിൽ കേകയ രാജ്യത്തുള്ള ഭരതനും ശത്രുഘ്നനും നാട്ടിലേക്കെത്തുന്നു. അവരോട് പറഞ്ഞ സന്ദേശം, അവർക്കയച്ച സന്ദേശം ഇതായിരുന്നു: ഉടനടി രാജ്യത്തിലേക്ക് വരിക. കോസല രാജ്യത്തെത്തി അയോധ്യയിലെത്തിയപ്പോൾ തന്നെ ശ്മശാന മൂകത എല്ലാവരിൽ നിന്നും കാണുന്നു. എന്തൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലേക്ക് ഓടിയെത്തുന്നു, ചോദിക്കുന്നു, എന്തുപറ്റി? അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? രാമ രാമ വിളിച്ചുകൊണ്ട് അച്ഛൻ മരിച്ചുപോയി. അതിന് രാമൻ എവിടെയായിരുന്നു? അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഭരതൻ ഓടുകയാണ് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക്. കൗസല്യ മാതാവിൻ്റെ കാല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭരതൻ പറയുകയാണ്, അമ്മേ, ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. ഞാനിവിടെ ഇല്ലായിരുന്നു, എനിക്കറിയില്ല. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എനിക്ക് 100 ബ്രഹ്മഹത്യാ പാപം വന്നുകൊള്ളട്ടെ. എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് അയക്കുന്നത് മഹാപാപമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജ്യേഷ്ഠനെ ഉടനടി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ജ്യേഷ്ഠൻ അവകാശപ്പെട്ട സിംഹാസനത്തിൽ ജ്യേഷ്ഠൻ തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ശത്രുഘ്നൻ മന്ദരയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. മന്ദരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാള് വലിച്ചൂരുമ്പോൾ ഭരതൻ പറഞ്ഞു, അരുത് ശത്രുഘ്ന, രാമനതിഷ്ടപ്പെടില്ല എന്ന്, ജ്യേഷ്ഠനതിഷ്ടപ്പെടില്ല എന്ന്. ഭരതൻ്റെ ധാർമ്മിക ബോധം പോലും രാമനിൽ അധിഷ്ഠിതമായിരുന്നു. സ്ത്രീഹത്യ രാമൻ ചെയ്യും, താടകയെ കൊന്നിട്ടുണ്ട്. അത് ധർമ്മത്തിനെതിരെയായതുകൊണ്ടാണ്. ഈ വൃദ്ധയായ മന്ദരയ കൈയുടെ ഉള്ളിലെ വിഷത്തെ ഉണർത്തുകയാണ് ചെയ്തത്. അത് മരണശിക്ഷ കൊടുക്കേണ്ട കുറ്റമല്ല. അതുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് ഭരതൻ പറയുന്നു. രാമനത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ രാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അച്ഛൻ്റെ മൃതശരീരത്തെ എണ്ണത്തോണിയിൽ കിടത്തിയിട്ട് രാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് ഭരതനും
ശത്രുഘ്നനും 3 മാതാപിതാക്കളും സൈന്യവും എല്ലാ പരിവാരങ്ങളും. കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാട്ടിൽ വച്ച് അവർ സംഗമിക്കുകയാണ്. 4 ആൺമക്കൾ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ, അമ്മമാരുടെ സാന്നിധ്യത്തിൽ 4 പേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ്. അപ്പോൾ ചോദിക്കും, രാമനൊക്കെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? കരയേണ്ട സമയത്ത് കരയണം. കരച്ചിൽ മനസ്സിനെ റിലാക്സ് ആക്കും. നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളുണ്ടെങ്കിൽ അത് കണ്ണീരിനോടുകൂടി കരഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, കരയേണ്ടടുത്ത് കരയണം. അവിടെ രാമൻ നമ്മെ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അച്ഛനെ ഓർത്തിട്ട്. ഈ സമയത്ത് ഭരതൻ പറയുന്നു, ജ്യേഷ്ഠ കൂടെ വരണം, അങ്ങേ കൊണ്ടുവരുവാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങ് വരണം, രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, നമ്മുടെ രാജ്യം അനാഥമായിരിക്കുകയാണ്. അപ്പോൾ പറയുന്നു, മോനെ ഭരത, അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ടത് മകൻ്റെ കടമയല്ലേ, അതുകൊണ്ട് എനിക്ക് കാട്ടിൽ പോയേ മതിയാവുള്ളൂ. വീണ്ടും വീണ്ടും ഭരതൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠമുനി പറയുകയാണ്, ഭരത, അധികം നിർബന്ധിക്കേണ്ടതില്ല, സ്വകാര്യമായിട്ട് പറയുകയാണ്, നീ സൂക്ഷിച്ചു നോക്കൂ ഇതാരാണെന്ന്. ഭരതൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചില ഭാവങ്ങൾ രാമനിൽ കാണുകയാണ്. മഹാദൗത്യത്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് ശ്രീരാമനായിട്ട്. ആ ദൗത്യത്തിനുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് രാമൻ്റെ പാദുകങ്ങളെ വാങ്ങും. ഭരതൻ രാമൻ്റെ പാദുകങ്ങളെ ആവശ്യപ്പെടുന്നു. ആ പാദുകങ്ങൾ തലയിൽ ചുമക്കുന്നു. തിരിഞ്ഞു നടക്കുകയാണ് അയോധ്യയിലേക്ക്. ഒരു 50 മീറ്റർ 10 മീറ്റർ മുന്നിലേക്ക് പോയപ്പോൾ തിരിഞ്ഞു നിന്നു ഭരതൻ രാമനെ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 14 വർഷം പൂർത്തിയാകുന്നതിൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ അയോധ്യയിലില്ല എങ്കിൽ പിന്നീട് ഒരു നിമിഷം ഈ ഭരതൻ ജീവിച്ചിരിക്കില്ല. ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. ഇതാണ് സഹോദര ബന്ധത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണം. എന്തിനാണ് മക്കൾ രാമായണം പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയണം. ഒരിക്കലും രാമായണം പഠിച്ച മക്കൾ കലഹിക്കില്ല. ഒന്നിൻ്റെ പേരിലും അവർ തമ്മിൽ ശണ്ടയുണ്ടാവില്ല. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അവർ കോടതികൾ കയറി ഇറങ്ങില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടാൽ മൂർഖനെപ്പോലെ, കീരിയെപ്പോലെയും മൂർഖനെപ്പോലെയും ഇരിക്കില്ലവർ. കാരണം അവർ രാമായണം പഠിച്ചിരുന്നു എങ്കിൽ. ആ പാദുകങ്ങളെ സിംഹാസനത്തിൽ വന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഭരതൻ. നന്ദിഗ്രാമിൽ പുൽപ്പായിൽ കിടന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരതൻ 14 കൊല്ലം ആ സിംഹാസനത്തെ മാത്രം നോക്കുക പോലും ചെയ്തിട്ടില്ല ഭരതൻ. തനിക്കർഹമല്ലെന്ന് അറിയാവുന്ന, തനിക്കർഹമല്ലാത്ത ആ സിംഹാസനത്തിൽ രാമൻ്റെ ചെരുപ്പ് പാദുകങ്ങളെ വെച്ചുകൊണ്ട് 14 കൊല്ലം രാജ്യം ഭരിക്കുന്ന ഭരതനെക്കുറിച്ചാണ് അയോധ്യാകാണ്ഡത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുവാനുള്ളത്. ഈ സമയത്ത് രാമൻ്റെ ജീവിതം കാട്ടിലാരംഭിക്കുകയാണ്. അതാണ് ആരണ്യകാണ്ഡം. നമുക്ക് നാളെ മുതൽ ആരണ്യകാണ്ഡത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അവസ്ഥകളോട് പൊരുത്തപ്പെടുക. നമ്മുടെ ജീവിത സാഹചര്യം എപ്പോഴും മാറാം. 2018 19 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. നല്ല വീടുകളെല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിലായപ്പോൾ അനേക ആഴ്ചകൾ പലരും സർക്കാർ ഉണ്ടാക്കിയ ടെൻറ്റുകളിലായിരുന്നു. അവിടെ 100 പേർക്ക് ഒരു ശൗചാലയമൊക്കെ ആയിരുന്നു. ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന് പല യാത്രകൾക്കിടയിലും നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരു മഹാസിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന, ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ 2 മക്കളും ജനക മഹാരാജാവെന്ന് പറയുന്ന മറ്റൊരു രാജാവിൻ്റെ രാജകുമാരിയും ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൊത്തം മാറുകയാണ്. സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങിയും സ്വർണത്തിൻ്റെ പാത്രത്തിൽ അനേകം പരിചാരികമാരാൽ അലങ്കരിക്കപ്പെട്ട ആ കൊട്ടാരത്തിൽ താമസിച്ച് ഭക്ഷിച്ച് ജീവിച്ച ആ 2 രാജകുമാരന്മാരും ഒരു രാജകുമാരിയും കാട്ടാറിലെ വെള്ളം കുടിച്ചും കൈകരികൾ ഭക്ഷിച്ചും ഗുഹയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒപ്പം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയുമായിട്ട് അവർ പൊരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അവരതിൽ ആനന്ദം കണ്ടെത്തിയിരിക്കുകയാണ്. അതാണ് ആരണ്യകാണ്ഡം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നറിയണം.
ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മാറിമറിഞ്ഞാലും നമ്മുടെ മനസ്സ് അതിനോട് താതാത്മ്യം പ്രാപിച്ച് അതിനെ സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും കഴിയണമെന്ന് രാമൻ നമ്മെ പഠിപ്പിക്കുന്നു. അയോധ്യാകാന്ഡം നമ്മെ പഠിപ്പിക്കുന്നു. ആരണ്യകാന്ഡത്തിലൂടെയുള്ള യാത്ര നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. എല്ലാവർക്കും എല്ലാവിധ നമസ്കാരവും. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ കുടികൊള്ളുന്ന രാമനല്ലൂർ ക്ഷേത്രം 1500-ലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ശ്രീരാമൻ ഖരവധത്തിനു ശേഷം രാജാവിൻ്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രകൃതിയുടെ മടിത്തട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാമനല്ലൂർ ക്ഷേത്രം. പ്രകൃതി അതിൻ്റെ എല്ലാ വശ്യചാരുതയും കനിഞ്ഞനുഗ്രഹിച്ച് ക്ഷേത്രത്തിനായൊരിടം കൽപ്പിച്ചു നൽകി. ക്ഷേത്രക്കുളവും കാവുമെല്ലാം ഭക്തരെ ഭക്തിയുടെ പരകോടിയിലേക്ക് കൊണ്ടുപോകും. ശ്രീരാമൻ ഖരവധം കഴിഞ്ഞ് രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രം കൂടിയാണ് രാമനല്ലൂർ ക്ഷേത്രം. രാമനാമ മുഖരിതമാണ് ക്ഷേത്രവും പരിസരവും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം, സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു, കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ, ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം, അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. നൂറ്റാണ്ടിന്റെ പഴക്കവും കൊത്തുപണിയും ക്ഷേത്രത്തെ അതിമനോഹരമാക്കുന്നു. പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഈ പുണ്യക്ഷേത്രത്തിന്. ഈ അമ്പലം ദശാവതാര ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ്. പണ്ട് ഒരു ഖരവധം കഥകളി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ തൊട്ട് കുളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പറമ്പിൽ വെച്ചായിരുന്നു. അപ്പോൾ ഖരവധം കഥകളി നടക്കുമ്പോൾ ഖരൻ ശ്രീരാമനെ പോർക്ക് വിളിക്കുന്ന ഒരു രംഗം ആ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീകോവിൽ നിന്നും ഒരു അലർച്ച കേട്ടുവെന്നും ആ ഖരൻ്റെ വേഷം കെട്ടിയാൽ തത്സമയം തന്നെ വേദിയിൽ ചോര ഛർദ്ദിച്ച് മരിച്ചു വീണുവെന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഇവിടെ ഈ കഥകളി ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെ ഖരവധം കഴിഞ്ഞ് ധ്യാനമായിട്ടാണ് പറയപ്പെടുന്നത്. കോപാകുലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അത് കാരണത്താൽ തന്നെ ഇവിടെ വിവാഹം, ഉത്സവത്തിന് വെടിക്കെട്ട്, ആന എന്നിവയൊന്നും ഉണ്ടാകാറില്ല. പ്രദേശത്തെ 6 ഇല്ലക്കാരാണ് ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ. ശ്രീരാമ പ്രതിഷ്ഠ കൂടാതെ നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെയും അയ്യപ്പ ഭഗവാന്റെയും പ്രതിഷ്ഠയുമുണ്ട്. മീനമാസത്തിലെ ശ്രീരാമനവമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കാക്കൂർ പഞ്ചായത്തിലെ പുൽക്കുന്ന് മലയുടെ താഴ്വാരങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അതിൽ കേന്ദ്രസ്ഥാനീയമായിട്ടുള്ള ക്ഷേത്രമാണ് രാമനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ശ്രീരാമൻ ഈ ദശാവതാര പ്രതിഷ്ഠകളിൽ രാജപദവി ഉള്ള പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ്. ആ നിലയ്ക്ക് ഉള്ള അതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. സമീപകാലത്തായിട്ട് ഈ ദശാവതാര ക്ഷേത്രങ്ങളെ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദശാവതാര ഏകോപന സമിതിയുണ്ട്. രാമായണ മാസമായ ഈ പുണ്യമാസത്തിൽ ക്ഷേത്രത്തിൽ ദിവസേന വിശേഷാൽ പൂജയും രാമായണ മാസാചരണവും നടക്കാറുണ്ട്. കൂടാതെ എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ നാമജപവും ഉണ്ടാകും. രാമനല്ലൂർ ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് 6 കിലോമീറ്റർ ചുറ്റളവിൽ ദശാവതാര ക്ഷേത്രങ്ങൾ ഉണ്ടെന്നതും ഈ പുണ്യഭൂമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീരാമക്ഷേത്രത്തിൽ ഇങ്ങനെ രാമായണ പാരായണത്തിന്റെ ഭക്തിയും മനസ്സിൽ നിറച്ച് ക്ഷേത്രത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും രാമായണ പുണ്യം നേടിയാണ് മടങ്ങുന്നത്.